ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് നമ്മൾ മൈൻ ചെയ്യുകയും വിഡ്രോ എടുക്കുകയും ഇപ്പോൾ ട്രേഡിംഗ് നടക്കുകയും ചെയ്യുന്നതുമായ ടോൺ സ്റ്റേഷൻ അഥവാ സൂൺ ടോക്കൺ വന്നിട്ട് പലർക്കും വിഡ്രോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ബിറ്റ്ഗിറ്റ് എക്സ്ചേഞ്ച് വഴി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഓൺ ചെയിൻ വിഡ്രോ ഓപ്പൺ ആകുന്നുണ്ട്. ഓൺ ചെയിൻ വിഡ്രോ വന്നിട്ട് ജനുവരി 22 ഓപ്പൺ ആകുന്നത്. ഇപ്പോൾ ടൈമുണ്ട്. ദിവസങ്ങളിൽ 22 അടുപ്പിച്ച് വരുമ്പോൾ എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടത്, അതിൽ ഗ്യാസ് ഫീ എന്തെങ്കിലും ആകുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. മിക്കവാറും ഗ്യാസ് ഫീ വരാനാണ് സാധ്യത. അപ്പോൾ ഏതെങ്കിലും എയർ ഡ്രോപ്പൊക്കെ കിട്ടിയവരുണ്ടെങ്കിൽ USDT ഹോൾഡ് ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ ടോണൊക്കെ മേടിച്ച് ഗ്യാസ് ഫീ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നതനുസരിച്ച് അല്ലെങ്കിൽ വിഡ്രോയുടെ ആ ടൈം വരുന്നതനുസരിച്ച് നമുക്ക് നോക്കാം. പിന്നെ കണ്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമോട്ടയിൽ വന്നിട്ട് അതിൽ മെയിൻ നെറ്റിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഇങ്ങനെ കണ്ടു. മെയിൻ നെറ്റ് ഈ വർഷം തന്നെ ഈ ദിവസങ്ങളിൽ മെയിൻ നെറ്റ് വരും. അതോടൊപ്പം പാവ്സിൽ വന്നിട്ട് അവർ പ്രൊമോട്ട് ചെയ്ത ഒന്നാണ് സൂ എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ബോട്ട്. അപ്പോൾ ഈ ടെലഗ്രാം ബോട്ട് ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. ഇത് വന്നിട്ട് ഇനി എനിക്ക് തോന്നുന്നത് ഒരു 27-28 ദിവസം അങ്ങനെയുള്ളൂ മൈനിങ് ഉള്ളൂ. നമുക്കൊരു ഡോക്ടർ എക്സിൽ നമ്മൾ മൈൻ ചെയ്തപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയതുപോലെ അത്യാവശ്യം പ്രോഫിറ്റ് തരാൻ സാധ്യതയുള്ള ഒരു ടോക്കണാണെന്ന് തോന്നുന്നു. അതുപോലെ വലിയതായിട്ട് പ്രതീക്ഷിക്കണമെങ്കിൽ ഒരു $10-20 പ്രോഫിറ്റ് വന്നാലായി. അപ്പോൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട്. ടെലഗ്രാമിൽ ആൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ പോയിൻറ്റ്സ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞ് ഈ കാണുന്ന ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ചെറിയ രീതിയിൽ ഏണിങ്സ്. എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. കണക്റ്റ് വാലറ്റ് കൊടുക്കുക. നമ്മുടെ ടെലഗ്രാം വാലറ്റ് ടോൺ കീപ്പർ ഏതാണ് നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വാലറ്റ് നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ വാലറ്റ് കണക്റ്റ് ആകുന്നുണ്ട്. ഇത് വാലറ്റ് ഫസ്റ്റ് ചെയ്യേണ്ടതാണ് ബാക്ക് ടു സൂം. അപ്പോൾ ഇതിലേക്ക് മടങ്ങി വന്ന് കഴിയുമ്പോൾ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ വാലറ്റ് കണക്റ്റ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഓപ്ഷനിൽ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ളതാണ്. മൂന്നാമത്തത് ഓപ്ഷൻ ടാസ്ക്കാണ്. ടാസ്ക് വന്നിട്ട് ഡെയിലി റിവാർഡുണ്ട്. അതുപോലെ തന്നെ 3 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 500 ടോക്കൺ കിട്ടും. 5 പേരെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1500. അങ്ങനെ കുറേ ടാസ്കുകളുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഞാൻ ചെയ്തിങ്ങനെ പോകുന്നില്ല. ഈ താഴോട്ടുള്ള ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കുറേ പോയിൻറ്റ്സ് ഇവിടെ ഏൺ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് കോസ്റ്റ് അനിമൽ ഫീഡ് ചെയ്യുന്നതിന് ഫീഡ് അനിമൽസ് കീപ്പ് ടോക്കൺ. അപ്പോൾ നമ്മൾ എത്രത്തോളം ഈ അനിമൽസിനെ ഫീഡ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്കൊരു ടോക്കൺ ഇവിടെ കിട്ടും. അപ്പോൾ ഞാൻ ഇത് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഞാൻ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അത് ഏറ്റവും മേളിൽ റൈറ്റ് സൈഡിൽ 3 ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലാംഗ്വേജ് അതുപോലെ തന്നെ മറ്റേവരുടെ സപ്പോർട്ട് ഇതെല്ലാം നോക്കാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, ഇപ്പോൾ എൻ്റെ മൈനിങ് സ്റ്റോപ്പാണ്. ഓക്കെ, ഇതിനിവിടെ ഡീറ്റെയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും. മൈനിങ് നമ്മൾ എന്ത് ചെയ്യണം, ആക്റ്റീവ് ആയിരിക്കണം. ഇതിലുള്ള ടാസ്കുകൾ ഇതെല്ലാം ഡെയിലിയുള്ള റിവാർഡുകൾ ഇതെല്ലാം ക്ലെയിം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, മാക്സിമം ടാസ്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. എത്രത്തോളം നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമോ അതിനനുസരിച്ചായിരിക്കും നമുക്കൊരു ഏണിങ്സ് കിട്ടുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പോയിൻ്റ് കൂടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് അലയൻസിൻ്റെ ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ബാക്കി എൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ താല്പര്യമുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ജോയിൻ ചെയ്യുക. ഓക്കെ, അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ടെലഗ്രാം ബോട്ടാണെന്ന് കരുതുന്നു. അപ്പോൾ പിന്നെ കണ്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരുന്ന ബൈസ്വിഫ്റ്റ് എന്ന് പറയുന്ന അതിൽ ചെറിയൊരു പേരെല്ലാം മാറ്റി അവർ പുതിയൊരു ആപ്ലിക്കേഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ആൾറെഡി ജോയിൻ ചെയ്തിട്ട് എപ്പോഴെങ്കിലും വിട്ട് കളഞ്ഞാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലിങ്കിൽ കയറിയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻവിറ്റേഷൻ കോഡെല്ലാം കൊടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം മൈനിങ് സ്റ്റാർട്ട്. വളരെ സ്ലോ മൈനിങ് ആണ്. ഇതിപ്പോൾ ഇവരുടെ അനൗൺസ്മെൻറ്റ് വന്നിട്ട് 1:1 റേഷ്യോയിലാണ് നമുക്ക് എന്താ പറയുക ടോക്കൺ കിട്ടുന്നത്. വളരെ കുറച്ച് ടോക്കൺസേ നമുക്ക് ഇപ്പോൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ ജോയിൻ ചെയ്തവർ എന്ത് ചെയ്യുക, ഈ കാണുന്ന ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ നിന്നാണ് നമുക്ക് ടോക്കൺസ് കളക്ട് ചെയ്യേണ്ടത്. ഇത് വന്നിട്ട് ഒരു 7 ദിവസത്തെ റൊട്ടീനാണ്. എനിക്കൊന്ന് കുറേ നാളുകളായി ജോയിൻ ചെയ്തിട്ട് എനിക്കൊരു 367 ടോക്കൺ മാത്രമേ കാണുന്നുള്ളൂ. ആദ്യത്തെ ദിവസം നമുക്ക് 0.2 കിട്ടും, രണ്ടാമത് 0.2, മൂന്നാമത്തെ ദിവസം 0.4. അങ്ങനെ ഒരാഴ്ചത്തെ ഒരു 8 ദിവസത്തെ ഒരു ടേൺ കഴിയുമ്പോഴാണ് ഒരു പോയിൻ്റ് കിട്ടുന്നത്. എല്ലാ 24 മണിക്കൂറിലും ഒരു പ്രാവശ്യമാണ് നമുക്കിത് ജോയിൻ ചെയ്ത് ക്ലിക്ക് ചെയ്ത് വിടേണ്ടത്.
മിക്കവാറും ഈ വർഷം തന്നെ ലിസ്റ്റ് ചെയ്യാൻ ഒരു 30 മില്യൺ എബോവ് ഫണ്ടിങ് ഉള്ള ഒരു ടീമാണ്. അങ്ങനെയാണ് ഇത് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ഇത് ലീഡർ ബോർഡെല്ലാം നോക്കുകയാണെങ്കിൽ ഇതിൽ ടോട്ടൽ വന്നിട്ട് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളെ എൺ ചെയ്തിരിക്കുന്നത് വന്നിട്ട് 4700 ടോക്കണാണ്. അപ്പോൾ അത്യാവശ്യം ഇതിന് ഈ ടോക്കണിന് വാല്യൂ വരും എന്നാണ് എൻ്റെ ഒരു അനുമാനം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ജോയിൻ ചെയ്തത്. ഒത്തിരി ടോക്കൺസ് ഇങ്ങനെ റെഫറൊക്കെ ചെയ്തുകൊണ്ട് ഒത്തിരി ടോക്കൺസ് ഒന്നും ഇങ്ങനെ കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ബൈ സ്വിഫ്റ്റിൻ്റെ ഒരു അപ്ഡേറ്റ് ഇതാണ് ഇപ്പോൾ വന്നിട്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് നല്ലൊരു വിഡ്രോ തന്ന ഡോക്സിൽ വന്നിട്ട് കുറച്ച് അപ്ഡേറ്റുകളുണ്ടായിരുന്നു. ഒരു ഹോളിഡേ സീസണിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നായിരുന്നു. നമ്മൾ എല്ലാ ദിവസവും ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട ഒരു ഇതാണ്. എനിക്കൊന്ന് ഒരു 20-21 ദിവസം വരെ നമ്മൾ ഇത് ചെയ്തായിരുന്നു, 22 ദിവസം വരെ ചെയ്തായിരുന്നു. ബാക്കി ഞാനിന്ന് ബാക്കി ഇതൊന്നും ജസ്റ്റ് ഇതിൽ നോക്കുമ്പോൾ കാണാൻ കഴിയും, ഒരു ടിക്ക് ഇങ്ങനെ കാണുന്നുണ്ട് മങ്ങിയ കളറിൽ. അപ്പോൾ അത് ഞാൻ ചെയ്തില്ല. ബാക്കി കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് നിങ്ങൾ ചെയ്തവർക്ക് ഇപ്പോൾ ഇതിൻ്റെ ഇത് കഴിഞ്ഞ ദിവസത്തോടെ കഴിഞ്ഞിരിക്കുകയാണ്, ഇന്നലെയോടുകൂടി. അപ്പോൾ ഇതിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തവർക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ കഴിയും. ചെക്ക്ഡ് ഇൻ, അതുപോലെ തന്നെ ചെക്ക്ഡ് ഇൻ കീ ഡേയ്സ്, അതുപോലെ തന്നെ കംപ്ലീറ്റ് ടാസ്ക്. ഞാൻ കംപ്ലീറ്റ് ടാസ്കിലൊന്ന് ഒരു 5 ടാസ്ക് മിസ്സിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് ഇതിൻ്റെ അനൗൺസ്മെൻ്റ് എന്ന് അവർ പറയുന്നുണ്ട്. ഉടനെ തന്നെ ഇതിൽ എന്താണ് നമുക്ക് അവർ ഗീവ് അവേ തരുന്നത് അത് അനൗൺസ് ചെയ്യുന്നതനുസരിച്ച് ഞാനിത് ചാനലിൽ ഇത് അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ ഒന്നാണ് ഡക്കോപ്പ് എന്ന് പറയുന്ന ഇതിൽ വന്നിട്ട് ഒരു അനൗൺസ്മെൻറ്റ് ഇപ്പോൾ കണ്ടത്. ടി ജി വന്നിട്ട് ഈ വർഷം എന്ന് പറഞ്ഞാൽ ഉടനെ ടി കാണും. അതിൽ കുറേ എക്സ്ചേഞ്ചുകളുടെ ചിഹ്നം ഇങ്ങനെ കാണുന്നുണ്ട്. കൂക്കോയിൻ കാണുന്നുണ്ട്, ബിറ്റ്ഗിറ്റ് കാണുന്നുണ്ട്, ബിങ്എക്സ് കാണുന്നുണ്ട്, get.io, അതുപോലെ തന്നെ MEXC, ബിറ്റ്മാർട്ട്. ഇത്രയും എക്സ്ചേഞ്ചിൽ ഇത് ലിസ്റ്റാകും എന്നാണ് ഈ ഒരു അനൗൺസ്മെൻറ്റിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു അപ്ഡേറ്റാണ് ഡക്ക് ചെയിൻ. ഇത് ഡക്കോപ്പാണ്, ഇത് വേറെയാണ്. ഡക്ക് ചെയിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡക്ക് ചെയിൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിൽ ഈ മാസം ജനുവരി 7-ാം തീയതിയോടുകൂടി ഇതുപോലെ ആയിരിക്കും ഒരു പേജ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തതല്ല, എങ്കിലും ഇടയ്ക്ക് ഇത് പലരുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തായിരുന്നു. എയർ ഡ്രോപ്പ് കാൽക്കുലേഷൻ എല്ലാം വന്നിട്ട് ജനുവരി 7-ാം തീയതി ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതുപോലെയാണ് പേജ് വരുന്നതിൽ കണ്ടിന്യൂ ഓപ്പൺ ചെയ്യുക. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ വന്നിട്ട് എയർ ഡ്രോപ്പ് കാൽക്കുലേഷൻ ചെക്ക് ലിസ്റ്റ്. അപ്പോൾ മാക്സിമം നമുക്ക് എത്ര പോയിൻ്റ് കിട്ടണോ അത് ഒന്ന് ഇവരുടെ എക്സ് ഫോളോ ചെയ്യണം. അത് കഴിഞ്ഞ് മാക്സിമം നിങ്ങളുടെ ലെവൽ കൂട്ടണം. അത് കഴിഞ്ഞ് OKX വാലറ്റ് കണക്റ്റ് ആയിരിക്കണം, സ്റ്റേ ആക്റ്റീവ്, നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ ആക്റ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ സ്റ്റാക്കിംഗ്, ബ്രിഡ്ജിങ് ഇതെല്ലാം ചെയ്തവർക്കായിരിക്കും കൂടുതൽ അലോക്കേഷൻ കിട്ടുക. ഗോ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. ഇവിടെ വന്നിട്ട് ഇതിൽ നോക്കുമ്പോൾ എൻ്റെ ഒരു ലെവൽ 6 ആണ് കാണുന്നത്. ഞാൻ വാലറ്റ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, കാര്യമായിട്ടൊന്നും ഇതിൽ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വാലറ്റ് കണക്റ്റിൻ്റെ ഓപ്ഷൻ വരും. OKX വാലറ്റാണ് കണക്ട് ചെയ്യേണ്ടത്. OKX വാലറ്റ് എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വാലറ്റ് കണക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ OKX വാലറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. നിങ്ങളുടെ വാലറ്റ് അപ്ഡേറ്റഡ് ആണെങ്കിൽ വാലറ്റ് കണക്റ്റ് ആകാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. കണക്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇത് റിട്ടേൺ ആപ്ലിക്കേഷനിലേക്ക് വരും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും താഴെ ഈ ഹോം, അതുപോലെ സ്റ്റാർ, എയർ ഡ്രോപ്പ്, ഈ കാണുന്ന ഈ ഓപ്ഷനിലെല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ടെലഗ്രാം സ്റ്റാറൊക്കെ ഉണ്ടെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ടോൺ ഡിപ്പോസിറ്റ് ചെയ്യാനുള്ളൊക്കെ ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഹോം പേജിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതിൻ്റെ എഗ് സീസൺ ഉണ്ട്. എഗ്ഗ് കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ കാണുന്ന ഈ ബ്രിഡ്ജിൻ്റെ എല്ലാം ഈ ഓപ്ഷനുണ്ട്. ഈ ഡെക്സ്, ഗെയിം, ബ്രിഡ്ജ്, ഇതെല്ലാം ടൈം ഉള്ളവർക്ക് ഇത് ചെയ്യാം. അതുപോലെ തന്നെ എഗ് സീസൺ, ഇവിടെ എല്ലാം നമുക്ക് കുറേശ്ശെ പോയിൻ്റ് കിട്ടും. അത് കഴിഞ്ഞ് സ്റ്റാർ, ഇത് എത്രത്തോളം സ്റ്റാർ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുമോ ഇതെല്ലാം പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു ഇതാണ്. അതിനനുസരിച്ച് ഏൺ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ വരികയാണെങ്കിൽ ഇവിടെ വന്നിട്ട് കുറേ ഈവൻ്റ് ഉണ്ട്. പിന്നെ ഡെയിലി ടാസ്ക് ഉണ്ട്, സോഷ്യൽ ടാസ്ക്, അതുപോലെ തന്നെ അക്കാഡമി. ഈ കാണുന്ന ടാസ്കിൽ ഡെയിലി ടാസ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡെയിലി OKXൽ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് 400 ഉണ്ട്. ഡെയിലി ചെക്ക് ഇൻ വീണ്ടും ഒരു 100 സ്റ്റാർ ഡിപ്പോസിറ്റ് ചെയ്ത് ചെയ്യണമെന്നില്ല. ബാക്കി ട്വിറ്ററിൻ്റെ ഇത് മിസ്റ്ററി
മിഷൻസ് അത് ചെയ്യാൻ കഴിയുന്നുള്ളവർ ചെയ്യുക. അതുപോലെ തന്നെ സോഷ്യൽ ടാസ്കിൽ വന്നിട്ട് വിസിറ്റ്, OKX വാലറ്റ്, ഫോളോ, ഇത് കുറേ ഇതിനെ ഫോളോ ചെയ്യാനുണ്ട്. ഈ കാണുന്ന ഇതെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പോയിൻറ്റുകൾ കിട്ടും. അപ്പോൾ ഇത് 2-3 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ഞാനിത് മാക്സിമം ഒന്നും ചെയ്തിട്ടില്ല. ഞാനും ഈ ദിവസങ്ങളിൽ ഈ 2-3 ദിവസം കൊണ്ട് മാക്സിമം ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ലെവൽ മാക്സിമം നിങ്ങൾ കൂട്ടുക. എൻ്റെ ലെവൽ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ലെവൽ അല്പം ഡൗൺ ആണ്. അപ്പോൾ ഡക്ക് ചെയിനിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 7-ാം തീയതിയുള്ള ഈ അവരുടെ സീസൺ അവസാനിക്കുമ്പോൾ നമുക്കൊരു എയർ ഡ്രോപ്പ് ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് കണ്ടത്. അപ്പോൾ ഈ അപ്ഡേറ്റുകൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു ഏണിങ്സ് ഇതിൽ നിന്നുണ്ടാകും എന്നാണ് കരുതുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതോടൊപ്പം തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.